നമസ്കാരം. ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ നിറം മഞ്ഞയും രണ്ടാമത്തെ നിറം ചുവപ്പ് നിറവുമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെ വന്നു ചേരും. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നു എങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. യാത്രകൾ അനുകൂലമായി ഭവിക്കാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും അല്പം ശ്രദ്ധയോടെ നിങ്ങൾ ഇടപെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. വിദേശത്ത് യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. വിദേശ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽപരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഇപ്പോൾ നിങ്ങൾ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും താൽക്കാലികം മാത്രമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടതെല്ലാം നേടുകയോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. അവസാന നിമിഷം തടസ്സങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും വിജയങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക, വിദ്യയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താന ഭാഗ്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതുമാണ്. സ്വതന്ത്രമായി തന്നെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരാം. സ്വയം വിശ്വസിച്ച് തന്നെ ജീവിക്കുക. അതായത് നിങ്ങളിലുള്ള വിശ്വാസം അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടുള്ളതല്ല.
ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗത്ത് ഉള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. സന്തോഷകരമായ നിമിഷങ്ങൾ തന്മൂലം വന്നു ചേരാം. ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും മോചനമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാകുന്നു. രണ്ടാമത്തെ നിറമായ ചുവന്ന നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ നേരായ വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ നേരായ പാത തിരഞ്ഞെടുക്കുകയും തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാകുന്നു. എത്ര വലിയ തടസ്സവും ഒറ്റയ്ക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. വലിയ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും അനുകൂലമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അധികാരം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അധികാരം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടതായി വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് പോകുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. കാരണം ഇത്തരം മാറ്റങ്ങൾ വന്നു ചേരുമ്പോൾ അത് കൃത്യമായ സൂചന തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തുടർന്നും വരും. അതിനുള്ള മുന്നോടിയായാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാവി ഭദ്രമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം ചില അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്കോ സന്താനങ്ങൾക്കോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ കുടുംബത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്ന കാര്യം ഓർക്കുക. ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോകുവാനും തന്മൂലം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. ഏത് പരിസ്ഥിതിയിലാണ് എങ്കിലും വിജയങ്ങൾ, നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെ നിങ്ങൾക്കുണ്ട്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ തുടക്കത്തിൽ വന്നു ചേരുന്നതായ ആ തടസ്സങ്ങൾ, ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായി വരും. ഈ സമയം ചില ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് വാഹനമോ മറ്റ് കാര്യങ്ങളോ ആകാം. പല കാര്യങ്ങളിലും ഭയമുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പല കാര്യങ്ങളിലും ഭയത്തോടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആത്മവിശ്വാസമാണ് വേണ്ടത്. ആത്മധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. ധൈര്യം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്ക് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും.
സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് പലരും മുതലെടുക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. നന്നായി ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉപകാരമായി തീരുക തന്നെ ചെയ്യും. വിശ്രമം ആവശ്യം തന്നെയാണ്. ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. മനസൗഖ്യവും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട അമിതമായ പ്രവർത്തനം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ എതിരായി തീരുന്നതിനോ കാരണമായി തീരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കേണ്ടത് അനിവാര്യമാകുന്നു. നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ നടക്കും. അതായത് ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൃത്യമായ സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അടുത്ത് തന്നെ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്.